ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സീതയും ചിന്നുവിനെയും ഇവിടെ എവിടെയെങ്കിലും വെച്ച് നരേന്ദ്രൻ കണ്ട അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് അവള് പറഞ്ഞത്. ചോദിച്ചപ്പോ അവർക്ക് വിഷമായി കാണുമല്ലോ. അതൊന്നും സാരമില്ല, ഞങ്ങൾ ഒരുമിച്ച് ഓർഫനേജിൽ ഉണ്ടായിരുന്നവരല്ലേ. ചന്ദ്രാമ്മ സാവകാശം പോലെന്ന് ചോദിക്കണം. എന്തു വന്നാലും നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, സാറിന്റെ സംശയം ഉള്ളതാണോ അല്ലേന്ന് അറിയാലോ. വീണ്ടും സാറ്. പിന്നെ ഒരു നയത്തിലൊക്കെ ചോദിച്ചാ മതി ചന്ദ്രാമേ. ഇനി ചോദിച്ച് അവർക്കത് വിഷമായ ചിലപ്പോ അവരിവിടുന്ന് ആരോടും പറയാതെ പോയി കളയും. നമ്മളായിട്ട് ഇപ്പോൾ ഉള്ള അവരുടെ സ്വസ്ഥത കളയണ്ട. സീതേ, ചിന്നു ഇവിടെ. സീതേ, നീ വന്നേ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. കൊറേ നാളായില്ലേ നമ്മള് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. വാ. മൂത്ത മോള് തുമ്പിയെക്കുറിച്ച് എന്തേലും വിവരം കിട്ടിയോ? നീ വിഷമിക്കണ്ട, അതിനുവേണ്ടി ചോദിച്ചല്ല ഞാൻ. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഇവിടെ നിനക്കും ചിന്നിമോക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് അവളെ കണ്ടെത്തുകയും ചെയ്യാം. ഇപ്പോ നിങ്ങൾ തുമ്പിയെ തിരക്കി വരാൻ എന്താ കാരണം? നാട്ടിൽ എന്തേലും പ്രശ്നം ഉണ്ടായോ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ഇന്നിവിടെ വന്ന നരേന്ദ്രനെ നിങ്ങക്ക് നേരത്തെ അറിയോ? അറിയില്ലെന്ന് നീ കള്ളം പറയണ്ട. നരേന്ദ്രന്റെ പേര് പറഞ്ഞപ്പോ തന്നെ നിന്റെ മുഖത്തെ ഞെട്ടല് ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നീ കിടന്നോ, ഞാൻ രാവിലെ വരാം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ നീ ഇതുവരെ എന്നോട് പറയാതിരുന്നേ? അത് പോട്ടെ, എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇനി എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താ നിങ്ങളിപ്പോ ഉള്ളത്. ഇവിടെ നിങ്ങളെ നരേന്ദ്രൻ അന്വേഷിച്ചു വരാൻ ഒരു സാധ്യതയും ഇല്ല. നീ സമാധാനായിട്ടിരുന്നോ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് കരുതി തന്നെ ഉറങ്ങിക്കോ. സർ, മോനെ, മോൻ പറഞ്ഞ കാര്യം ഞാൻ സീതയോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ സംശയം ശരിയാ. നരേന്ദ്രനെ അവർക്ക് നേരത്തെ അറിയാം. അത് എങ്ങനെയാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. സാവകാശം ചോദിക്കാം. ആ പ്രശ്നം കൊണ്ട് മൂത്ത മോളുടെ അടുത്തേക്ക് വന്നതാ സീത. പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത് നരേന്ദ്രനാ. സീതയും ചിന്നുവിനെയും ഇവിടെ എവിടെയെങ്കിലും വെച്ച് നരേന്ദ്രൻ കണ്ട അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് അവള് പറഞ്ഞത്.
ചോദിച്ചപ്പോ അവർക്ക് വിഷമായി കാണുമല്ലോ. അതൊന്നും സാരമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഓർഫനേജിൽ ഉണ്ടായിരുന്നവരല്ലേ. ഉം. ആ, പിന്നെ മോനെ, ഇനി അവരുടെ മേല് എപ്പോഴും ഒരു കണ്ണ് വേണം. അതോർത്ത് ചന്ദ്രാമ്മ പേടിക്കണ്ട. ഇനി എന്റെ ഈ 2 കണ്ണും അവരുടെ മേൽ തന്നെയായിരിക്കും. ചിന്നു, ചായ. ഇപ്പൊ ഓർത്തതേ ഉള്ളൂ ഒരു ചായ കിട്ടിയെങ്കിൽ എന്ന്. ആ, അതൊക്കെ ആരാ ചന്ദ്രാമേ? ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിലെ ആൾക്കാരാ. ഓ, തുണിക്കച്ചവടത്തിന് വന്നതാണല്ലേ? ആ, നാട്ടിലും ഇതുപോലെ തുണികൾ കൊണ്ട് ആൾക്കാർ വരും. എല്ലാ ആഴ്ചയും കുറേശ്ശെ പൈസ കൊടുത്താ മതി. ഏയ്, ഇത് അങ്ങനെയുള്ള ചിട്ടിക്കാരൊന്നും അല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കടയിലേക്കല്ലേ പോകുന്നത്. ഉം, മാഡത്തിന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ കട വീട്ടിലേക്ക് വരും. അതുകൊള്ള. ഇതാണ് മാഡം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാഞ്ചീപുരം സിൽക്ക് സാരീസ്. ഒന്നിന് 40,000 രൂപ വില വരും. വില പറഞ്ഞതല്ല മാഡം, അത്രയും മാർക്കറ്റ് പ്ലേസ് ഉണ്ടെന്ന് പറയുമായിരുന്നു. ഇത്രയും കളക്ഷൻസേ ഉള്ളോ? അല്ല മാഡം, ഇനിയുണ്ട്. ഇതും ലേറ്റസ്റ്റ് മോഡലാണ് മാഡം. ഇതൊക്കെയാണ് ഇപ്പൊ കയ്യിലുള്ളത്. ഇതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അടുത്ത ആഴ്ച വേറെ കുറച്ച് മോഡൽസ് എന്നെ കൊണ്ടുവന്ന് കാണിക്ക്. അപ്പം നോക്കാം.